ഗൈസ് എല്ലാവർക്കും നമ്മുടെ IF ഗെയിമിൻ്റെ പുതിയ വീഡിയോക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോകണമെങ്കിൽ നമ്മുടെ ചാനലിലിരുന്ന് സബ് ചെയ്യുക ഗൈസ്. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നീ എന്താടാ സ്കെൽറ്റൻ ട്രാൻസ്പോണ്ടറിൻ്റെ മുമ്പിലേക്കണേ ഞാൻ പറയാം. ഇവിടെ ഞാൻ ഇവിടെ ഒരു ലിവർ വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ അപ്പുറത്തെ ഒരു ലാവ് വെച്ചിട്ടുണ്ട്, എന്നിട്ട് ഇവിടെ ഒരു ഡിസ്പെൻസർ വെച്ചിട്ടുണ്ട്. ഡിസ്പെൻസറാണോ ഡ്രോപ്പറാണോ ഞാൻ പറഞ്ഞു, ഡ്രോപ്പർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇവിടുന്ന് കിട്ടുന്ന വേസ്റ്റൊക്കെ ഞാൻ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വെക്കുന്നുണ്ട്. എന്ന് കുത്തും. അതാണ് പരിപാടി. നീ ഇപ്പോൾ എല്ലാ സോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര നമുക്ക് ഈ ബോൺ മീനുള്ള കാര്യത്തിലൊന്നും മേടിക്കണ്ട. ഞാൻ മരുന്ന് തട്ടി കൊണ്ട് മേളിക്ക് വരാം. ഓക്കെ, ഫൈനലി വി ആർ ബാക്ക് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ അയൺ ഗോണ ഫാം കറച്ചാണല്ലോ അയൺ ഗോണ ഫാം ഉണ്ടാക്കാൻ പോകണം ഗൈസ്. ആ കറക്റ്റ് കൊടുക്കും. ഇനി നമുക്ക് അതില്ലാണ്ട് പറ്റില്ല. ഇനി അതില്ലാണ്ട് നമുക്ക് പറ്റില്ല. അതിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. ബെറ്ററൊക്കെ 20 വില്ലേജറിന് വേണം. ഫുൾ ഗ്രൈൻഡിങ് ആയിരുന്നു ഗൈസ്. ഇരുന്ന് ഇത്ര നാൾ വീഡിയോ കണ്ടിരുന്ന കാര്യം ഞാൻ ഫുൾ പണിയിലായിരുന്നു. ഓക്കെ, ബെഡ് സ്മൂത്ത് സ്റ്റോണൊക്കെ സെറ്റാണ്. ഞാൻ അത്ര ചെയ്യാൻ ഞാൻ ഒക്കെ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. വരാം, നമുക്ക് പണി ചെയ്യാൻ അങ്ങോട്ട് പോകും. അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമില്ല. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഇങ്ങനെ പണിയെടുക്കുന്നതൊന്നും ഇഷ്ടമില്ല. ഞാൻ പോയിട്ട് രാത്രി ഒന്ന് കിടന്നുറങ്ങി ഏറ്റവും വരാം. കേസ് ഇപ്പോൾ നിങ്ങൾ അടിയിൽ കാണുന്ന ഡേട്ടൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ വില്ലേജസാണ് കേസ് ഉള്ളത്. നല്ല ലാഗ് അടിക്കുന്നുണ്ട് ഇവിടെ വരുമ്പോൾ. കാരണം കുറേ വില്ലേജസ് ഉള്ള കാരണമാണ് ലാഗ് അടിക്കുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് കിടന്നുറങ്ങിയേക്കാം. അപ്പോൾ കേസൊക്കെ ഒരു നൈറ്റ് ഇങ്ങോട്ട് കഴിഞ്ഞിട്ട് ഇപ്പം 163 ദിവസം എൻ്റെ മോനെ സീൻ 1000 അടിക്കണം നമുക്ക് ഇതിൽ. പെട്ടെന്ന് ആയിക്കോളും, കാരണം ഗ്രൈൻഡൊക്കെ കഴിയുമ്പോഴേക്കും 1000 ആയിക്കോളും. ഓക്കെ, അപ്പം നമുക്ക് അയൺ ഫാം അവിടെ ഇത് ഞാൻ പൊളിച്ചെടുക്കും കഴിയും. കാരണം അയൺ ഫാമിൻ്റെ അടുത്ത് ഇവിടെ ഈ കമ്പോസ്റ്ററൊക്കെ ഉണ്ടല്ലോ, ഇവരുടെ എന്താ പറയുമല്ലോ, ഇവരുടെ ജോലി ഇടുന്ന സാധനമൊക്കെ ഉണ്ടെങ്കിൽ പാടിനാക്കിയാൽ 200 അത്ര ബ്ലോക്കിൽ നിന്ന് നീങ്ങണം. അതുകൊണ്ട് അതിൻ്റെ നടുക്കത്തൊക്കെ ഞാൻ കളയും. ഇതിൻ്റെ ഉള്ളിൽ ഇല്ലാത്തൊന്നും വന്നിട്ടില്ല. എന്തായാലും നമുക്ക് പൊട്ടിച്ച് കളയേണ്ടി വരും ഗൈസ്. പിന്നെ നമ്മൾ ഇവരുടെ ഏരിയയിലായിട്ടാണ് ഉണ്ടാക്കുന്നത്. അവിടെ എന്തോ ഒരു സംഭവം ഉണ്ട്, സ്റ്റേഴ്സൊക്കെ ഇങ്ങനെ എന്തോ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതൊരു വഴിയായിരിക്കും ഇവിടെ ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വലിയൊരു അടിക്ക് വലിയൊരു കുഴി ഒഴിക്കണം. അപ്പോൾ നമ്മൾ അയൺ ഫാം ഉണ്ടാക്കുന്നത് നിങ്ങളൊന്ന് സ്പീഡിൽ പോയി കണ്ടിട്ട് വാ ഗൈസ്. അത് ഇടയ്ക്ക് വെച്ച് റെക്കോർഡ് കട്ടായി പോയി. അത് കുഴപ്പമില്ല. ഞാൻ ഇത്ര വലിയൊരു കുഴി ഉണ്ടാക്കിയിട്ടുണ്ട്. കിണറങ്ങോട്ട് വലിയൊരു കുഴി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഈ ശരം അടച്ച് മൂടിയാലോ? അല്ലെങ്കിൽ വേണ്ട, അതൊക്കെ തന്നെ. അടുത്തായിട്ട് തന്നെ ഒരു ട്രോളോസ്മി വരാൻ നോക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഇനി സ്കൂൾ വന്നിട്ട് പറ്റുന്നൊരു സംശയം ഇല്ല. അതെല്ലാം പോട്ടെ, നമുക്ക് ബെഡൊക്കെ എടുത്തോണ്ടുണ്ട്. അത് നമുക്ക് ബെഡ് ഇങ്ങോട്ട് വെച്ചേക്കാം. അപ്പോൾ അതും കൂടി സ്പീഡിലേക്ക് കണ്ടിട്ടോ. ഗൈസ് ഒക്കെ സെറ്റ് ആയിട്ട് ഇനി വരെ വർക്ക് സ്റ്റേഷൻ വെക്കണമെങ്കിൽ അവരെ കൊണ്ടുവരണം. അത് ഞാൻ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഒക്കെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. ബാക്കി ഞാൻ അങ്ങനെ കാണിച്ചു തരാൻ വന്നില്ല. വില്ലേജറൊക്കെ ഇടുന്നത് ഒക്കെ സെറ്റാക്കിയിട്ട് ഇപ്പോൾ ഇതിങ്ങനെയാണ് നമ്മുടെ ഫാം ഇരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ ഔട്ട്പുട്ട് ടെസ്റ്റ് ഇവിടെയാണ് ഗൈസ് ഇരിക്കുന്നത്. ഒന്നും മാറില്ല, കാരണം ഇപ്പം ഉണ്ടാക്കിയിട്ടുള്ളൂ. ഉണ്ടാക്കി അപ്പഴേ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു. ഇതിവിടെ ഒരു AFKയുടെ സ്പോട്ട് ബേക്കിലാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോഴേക്ക് രാത്രി അങ്ങനെ കേസ് അവിടത്തെ ഞാൻ പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും എന്താ അവിടെ ഒന്ന് ശൂന്യത പോലെ. അവിടത്തെ ഞാൻ പൊട്ടിച്ച് കളഞ്ഞു. പിന്നെ ഇവിടെ ഉണ്ടായ വില്ലേജേഴ്സിനെ 2-3 പേരെ കൊന്നത് കണ്ട. ഇവിടെ ചക്കാണെങ്കിൽ ഇപ്പോൾ വന്നത് ഗൈസ്. ഇവരൊക്കെ നമുക്ക് കൊല്ലണ്ടായി അവിടെ വെച്ചേക്കാം. പിന്നെ ഇത്തിരി പേര് ഞാൻ എന്താ ആ സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട് ഗൈസ്. ഇത്തിരി ദൂരത്തേക്ക് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഞാൻ അപ്പോൾ ഒന്ന് കിടന്ന് ഇറങ്ങട്ടെ. എന്ത് കിടന്ന ഡേയ്സൊക്കെ പറന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. 170
ഇനി നമുക്ക് പോയിട്ട് ഫാം വർക്കാണോ നോക്കിയിട്ട് വരാം. ഗൈസ് നമുക്ക് ഇനി പോയിട്ട് ഫാം വർക്കാണോ നോക്കിയിട്ട് വരാം. എത്രയോ ഫാം വർക്കാണോ അതും കൂടി കാണിച്ചിട്ട് ഞാൻ വീഡിയോ എൻ്റെ ചെയ്യുള്ളൂ. അങ്ങനെ ഫാമിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഒരു സ്പോണാവുന്നതിൻ്റെ സൗണ്ട് കേട്ടിട്ടില്ല. ഇല്ല അല്ല ഒരെണ്ണം പോലും സ്പോണായിട്ടില്ല. ഷീറ്റ്. അപ്പോൾ സ്പോണാവണ വരെ ഞാൻ നിൽക്കട്ടെ, എന്നാലും എനിക്ക് സന്തോഷം വരുള്ളൂ. ഇത്ര കഷ്ടപ്പെട്ടായാലും ഞാൻ നിർത്തിപ്പൊട്ടി പണി കേട്ടോ. ഒരെണ്ണം പോലും മാറില്ല. വിഷമമാണ്. ഇവിടുത്തെ ഈ പന്നിക്കൂടെ പറഞ്ഞാൽ ടെക്നോബ്ലേഡ് ഫീഡ് കഴിച്ചോടാ നീ. ഞാൻ വെയിറ്റ് ചെയ്തിട്ട് വരികയാണെങ്കിൽ നിങ്ങളെ ഞാൻ അറിയിക്കാം. ഓ ഗായ്സ് എൻ്റെ മോനെ ഇപ്പം ഞാൻ വീട് തുടങ്ങിയപ്പോൾ കണ്ട അവരിങ്ങനെ ലൗച്ചിനിങ്ങനെ വന്നപ്പോൾ ഒരെണ്ണം സ്പോണായിട്ടുണ്ട്. ഞാൻ കാണിച്ചില്ല കണ്ടോ, 3 വന്നിട്ട് ഒരെണ്ണം സ്പോണായി AC ലൗച്ചിന് വന്നപ്പോൾ ഒരാൾ ഇല്ലായിരുന്നു എന്നുണ്ട്. 20 പേരില്ലാത്തതുകൊണ്ടാണെന്നുണ്ട്. അങ്ങനെ ഞാൻ FK സ്പോട്ടിലിരിക്കരുത്. അപ്പം നോക്കി കണ്ട സന്തോഷമായി. അയാണ് അപ്പം വർക്ക് ചെയ്ത് കണ്ടപ്പോൾ അപ്പോൾ ഈ നല്ലപോലെ വർക്കൗട്ട് ഒരുത്തിരുന്ന് അവിടെ കത്തുന്നുണ്ട് ഗൈസ്. നല്ലപോലെ നമ്മുടെ അയൺ ഫാം വർക്കുന്നുണ്ട്. അപ്പം എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ നിർത്തണം. അടുത്ത വീഡിയോ വരെ ഗൈസ്. അപ്പം ബൈ. എത്തിയതായ പോയിട്ട് AFK നിൽക്കട്ടെ ഗൈസ്. ഓക്കെ.